ജമ്മുകാശ്മീരിലെ പെഹൽഗാം എന്ന് പറയുന്ന ഗ്രാമത്തിന് സമീപം 5 ആയുധധാരികളായ ഭീകരർ നിർമുസ്ലിം വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് നടത്തിയ ഒരു ആക്രമണമായിരുന്നു. 2025 ഏപ്രിൽ 22 നടന്ന ആ ആക്രമണത്തിൽ 26 സാധാരണ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. ഭീകരർ പ്രധാനമായി ഹിന്ദു തീർത്ഥാടകരെ ലക്ഷ്യമാക്കിയിരുന്നെങ്കിലും ഒരു ക്രിസ്ത്യൻ വിനോദസഞ്ചാരിയും ഒരു പ്രദേശവാസിയായ മുസ്ലിമും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ M4 കാർബണൈൽ, AK-47 ഇവയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഭീകരർ ഇങ്ങനെ ചുറ്റപ്പെട്ട വലിയ പൈൻ മരങ്ങളൊക്കെ ഉള്ള ഒരു ബൽസാരം വാരിയിൽ കടന്നിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ആക്രമണം 2008 മുംബൈ ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ സാധാരണ പൗരന്മാരെ ലക്ഷ്യമാക്കി നടന്ന ഏറ്റവും വലിയ ഒരു ഭീകര ആക്രമണമായിട്ട് ഇത് കണക്കാക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ജമ്മു കാശ്മീരിൽ സാധാരണ ജീവിതം പുനഃസ്ഥാപിക്കപ്പെടുന്നത് തടസ്സപ്പെടുത്തുക, ഇന്ത്യയിൽ സാമൂഹിക വിഭജനവും മത്സരവും ഉണ്ടാക്കുക, അതുപോലെ തന്നെ 2024 2.3 കോടി വിനോദസഞ്ചാരികൾ കാശ്മീരിനെ സന്ദർശിച്ചതായി രേഖപ്പെടുത്തപ്പെട്ട സാഹചര്യത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ കാശ്മീരിൻ്റെ സമ്പദ് വ്യവസ്ഥയും ടൂറിസവും വളരുന്നതിൽ മാന്ദ്യം നേരിടുന്ന തരത്തിൽ പ്രതികൂലമായി ബാധിക്കാനുള്ള പല കാരണങ്ങളും, അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ തുടരാൻ അവർക്ക് അവസരം ഉണ്ടാക്കണം. ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ള ടാർഗറ്റ് തന്നെ. ഭീകരർ പുരുഷ സഞ്ചാരികളെ തനിച്ചാക്കി അവരുടെ മതം ചോദിച്ചതിന് ശേഷം ഹിന്ദുവും ക്രിസ്ത്യാനിയുമായ സന്ദർശകരെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. ചില സന്ദർശകരോട് ഇസ്ലാമിക കലിമ, അതായത് മതവിശ്വാസ പ്രഖ്യാപനം അനുസരിച്ചിട്ട് അത് ഉച്ചരിക്കാൻ ആവശ്യപ്പെട്ടു. ഇതുവഴി മുസ്ലിം അല്ലാത്തവരെ തിരിച്ചറിയാനായിരുന്നു അവരുടെ ശ്രമം. അങ്ങനെയാണ് 26 പേര് ഈ അവസരത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 25 പേർ സന്ദർശകരും ഒരാൾ പ്രാദേശിക മുസ്ലിം പണി ഓപ്പറേറ്ററും ആയിരുന്നു. ഈ പണി ഓപ്പറേറ്റർ ഭീകരരുടെ തോക്ക് പിടിച്ചെടുക്കാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് അയാൾ കൊല്ലപ്പെട്ടതും. കൊല്ലപ്പെട്ട സന്ദർശകരിൽ ചിലർ പുതുതായി വിവാഹം കഴിച്ച ദമ്പതികളും ഉണ്ടായിരുന്നു. ഭീകരർ പുരുഷന്മാരെ അവരുടെ ഭാര്യമാരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയതും. ഈ ആക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പുതിയ ഉന്നതതല സംഘർഷങ്ങളിലേക്കാണ് വഴിവെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ അതിൻ്റേതായ രീതിയിൽ കാണുക തന്നെയാണ്. അതിർത്തിക്കിടയ്ക്കിടയ്ക്ക് ഭീകരത ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ എപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ശക്തമായ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങിക്കഴിഞ്ഞു. എന്താണെങ്കിലും ഇന്നത്തെ സംഭവത്തോടു കൂടി തിരിച്ചടി വളരെ ശക്തമായ ഒരു മനോഹരമായ കാര്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ സേനയ്ക്കും ഒക്കെ വളരെ വലിയൊരു അംഗീകാരമാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ